This video is a part of the PhD research work of Jayashree MP at Banaras Hindu University under the guidance of Professor Dr. Kalyan Khade. Coconut palm being a tall plant that grows up to 30 meters on an average, harvesting of coconuts is obviously a Herculean task. When the traditional climbers are vanishing behind the scenes, substitute arrangements become food for thought. This is where Prakatech at Mayanad in Kozhikode district of Kerala becomes significant. The firm is owned by a farmer scientist and enthusiastic innovator, Sri Prakashan Tattari. The remote controlled coconut climber devised by Sri Prakashan Tattari should definitely be a revolution in the coconut cultivation sector in the days to come. Remote control The first model of the device was developed in 2010. Later on, it was modified manyfold. The device can climb up and down the coconut trunk easily. This seemingly small knife attached to the device is very powerful and can be moved in all directions using the remote controller. Remote controller ഇതാണ് ബാറ്ററികളാണിത്. It is with the help of 4 metal clips that the device is attached to the trunk of the coconut palm. To remove the device from the trunk, first the upper pair of clips should be removed, followed by the lower pair. സ്പീഡ് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടോർ ഉപയോഗിച്ചിട്ട് ഒരാൾ കയറുന്ന സ്പീഡാണ്. മോട്ടോർ കൂടുതൽ സ്പീഡുള്ള മോട്ടറാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡ് ആവും. ആദ്യം ഉണ്ടാക്കിയ മോഡലിന് 10 കിലോ മാത്രമായിരുന്നു തൂക്കം. അത് ചെറിയ യന്ത്രമായിരുന്നു, നന്നാക്കി ഉണ്ടാക്കിയതാണ്. ഇപ്പം 13 കിലോ തൂക്കം വരുന്നുണ്ട്. ലിഥിയം അയൺ ബാറ്ററി ആണ് ഉപയോഗിക്കുന്നത്. ബാറ്ററി ഒരുപാട് കാലങ്ങൾ കിട്ടും. അത് മോട്ടോർ ബൈക്കിനൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. റീചാർജ് ചെയ്യാൻ ഒരു 5 മണിക്കൂർ ടൈം എടുക്കും. അത് 2010 ആണ് ഈ മിഷൻ ആദ്യമായിട്ട് ഞാൻ എക്സിബിഷനൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയത്. ഇതിന് പാറ്റന്റ് 2010 മുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടിപ്പോ 2-3 കൊല്ലമായിട്ടുള്ളൂ. പക്ഷെ വിത്ത് എഫക്ട് ഫ്രോം 2010 മുതൽ കിട്ടിയിട്ടുണ്ട്. The time taken to harvest a palm is almost the same as the time taken for manual harvesting. ചുരുങ്ങിയ ബഡ്ജറ്റ് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ഇതിന് ഒരുപാട് ലക്ഷങ്ങൾ വേണം. 2010 ഒരു കേരള സർക്കാർ ഒരു തെങ്ങുകയറ്റ യന്ത്രത്തിന്റെ ഒരു കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. അപ്പൊ അതിൽ പങ്കെടുത്തു. അന്ന് എന്റെ മോഡല് അവര് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 90,000 രൂപ ഒന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ ICAR പറഞ്ഞ് അവിടുന്ന് ഒരു സപ്പോർട്ട് വന്നു. തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ ചില ആളുകളൊക്കെ വന്ന് 15 ലക്ഷം രൂപ സാങ്ഷൻ ചെയ്തു തന്നു. അതിനുശേഷം അത് 2016 പതിനേഴ്. അപ്പോൾ ആണ് എനിക്ക് പിന്നെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഒരു മോഡൽ ഞാൻ ഉണ്ടാക്കിയിട്ട് തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തു. അവര് ഇത് മാർക്കറ്റ് ചെയ്യാനൊക്കെ അന്ന് പറഞ്ഞിരുന്നു, സഹായിക്കാൻ. പിന്നെ അതിനെപ്പറ്റി ഒന്നും വന്നില്ല. അതങ്ങനെ അവിടെ പോയി. അപ്പൊ അങ്ങനെ ഞാൻ വീണ്ടും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി സ്വന്തമായിട്ട്. അങ്ങനെ സ്വന്തമായിട്ട് ഒരുപാട് ക്യാഷ് ചെലവാക്കിയ ശേഷമാണ് ഇപ്പം കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടുള്ളത്. ഇനിയും ഇത് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യണമെങ്കിൽ വലിയ സംഖ്യകൾ വേണം. അതുമല്ല ടെക്നിക്കലായിട്ട് കൂടുതൽ ഇനി ഇത് അഡ്വാൻസ് ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ചെറിയ തെങ്ങിന്റെ മുകളിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. റിമോട്ട് ഉപയോഗിച്ചിട്ട് പറക്കുകയാണെങ്കിലും നമുക്ക് താഴെ നിന്ന് നോക്കിയിട്ട് കൊല കട്ട് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ വലിയ തെങ്ങാവുന്നവരെ അത് പറ്റില്ല. അപ്പൊ അതിന് ക്യാമറയും സ്ക്രീനും ഒക്കെ ഉള്ള ഇതായിട്ട് എക്സ്ട്രാ ഇതിന് ഫിറ്റ് ചെയ്തിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. എങ്ങനെയായാലും ഒരു 50,000 റുപ്പീസ് ഒക്കെ ഇതിന്
വരണം, പെർഫെക്റ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ. അത്രയും പെർഫെക്റ്റ് ആവണമല്ലോ. കാരണം ഒരു തെങ്ങിന്റെ മാതിരിയല്ല വേറെ തെങ്ങ്, ഒക്കെ ഡിഫറെന്റ്. അപ്പൊ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന മാതിരി ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഇത് ഉണ്ടാക്കണം. അല്ലാതെ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തെങ്ങിന്റെ മെഷീൻ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് കഴുങ്ങിന് വേണ്ടിയുള്ള വണ്ടർ ക്ലൈംബർ എന്ന് പറഞ്ഞ ഒരു യന്ത്രം. ഇതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്, പക്ഷെ റിമോട്ടല്ല, മാനുവലായിട്ട് അത് ഉണ്ടാക്കി ഞാൻ വിൽപ്പന നടത്തുന്നത്. റിമോട്ട് കൺട്രോൾ മെഷീൻ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ തെങ്ങിൽ നിന്നും ആൾ കയറാതെ തേങ്ങ ഇടുന്ന ഒരു യന്ത്രമാണ് കേരാപ്പിക്കർ. അത് ഞാൻ മാർക്കറ്റിൽ ഇറക്കിയതാണ്. കേരാപ്പിക്കർ അത് അത്യാവശ്യം തേങ്ങ പറിക്കാൻ അത് നല്ലൊരു യന്ത്രം തന്നെയാണ്. അതെങ്ങനെയാ വെച്ചാല് വണ്ടർ ക്ലൈംബറിന്റെ മാതിരി തന്നെ തെങ്ങിന്റെ മുകളിൽ കയറ് വലിച്ചുകൊണ്ട് കയറി പോയിട്ട് ഒരു കൊക്ക, അരിവാൾ പിടിപ്പിച്ചൊരു കൊക്ക, അത് ഒരു കയറ് മുഖാന്തരം തെങ്ങിന്റെ മുകളിലേക്ക് കയറ്റി അതിന് പുറത്തിട്ട് താഴെ നിന്ന് വലിച്ച് താഴോട്ട് അറുത്തിടുന്ന ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ട് അത് കുറെ എണ്ണം ഞാൻ വിൽപ്പന നടത്തും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു അസൗകര്യം എന്താ വെച്ചാല് അത് പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം വരുന്നവർക്ക്. തെങ്ങുതോപ്പിൽ പോയിട്ട് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ ചില കൃഷി വകുപ്പിനൊക്കെ എഴുതിയിരുന്നു, ഇങ്ങനെ ഉണ്ട്, അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരണമെന്ന്. അപ്പൊ അവരെന്താ വെച്ചാല് അവരുടെ കീഴിലുള്ള എല്ലാവർക്കും ഡയറക്ഷൻ കൊടുക്കും, അങ്ങനെ എന്താ വേണ്ട വെച്ചാല്. പക്ഷെ അത് അങ്ങനെ അങ്ങോട്ട് വലിയ പ്രോത്സാഹനം കിട്ടിയിട്ടില്ല. കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തപ്പോ അവിടെ ഞാൻ ഇതുപയോഗിച്ച് തേങ്ങ ഇട്ട് കാണിച്ചു കൊടുത്തത്. അപ്പൊ അത് മാർക്കറ്റിൽ ഇറക്കിക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു കർഷകർക്ക്. അതിനാണെങ്കിൽ വലിയ കോസ്റ്റ് ഒന്നും വരില്ല. ഞങ്ങള് 8,000 രൂപയ്ക്ക് വിറ്റ്. അതിനെന്താ വെച്ചാല് അതിന്റെ ഈ കൊക്ക ഉണ്ടല്ലോ, പൈപ്പ് ഉപയോഗിച്ചിട്ടാ ഈ ഒരു തരം അലോയ് ഉണ്ട്, അലൂമിനിയം പ്ലെയിൻ ഒക്കെ ഉണ്ടാക്കുന്നത്. അത് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തുനിന്ന് വാങ്ങിച്ചതാണ്. അതാണ് ഇത്ര കോസ്റ്റ്ലി വരാൻ. അതിനും പാറ്റന്റിനൊക്കെ അപേക്ഷിച്ചതാ. അത് പിന്നെ അവിടെ പെൻഡിങ് ആയി കിടക്കുകയാണ്. പിന്നെ ഇപ്പൊ അത് കുറച്ചെണ്ണം ഉണ്ടാക്കി വെച്ച് പിന്നെ അത് പോയിട്ടില്ല, അതാരെ കിടക്കുക. ഈ യന്ത്രങ്ങള് നമുക്ക് ഇവിടെ ഞങ്ങളെ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് ലാർജ് സ്കെയിലായിട്ട് ഉണ്ടാക്കിയിട്ട് തരാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകും. Apart from the remote controlled coconut harvesting robot and the Kera picker, Sri Prakashan Tattari has given shape to many other devices useful for the coconut farmers. This is a coconut dehusker, which is operated with foot, unlike the others operated with hands. This makes the task much easier since the force is imparted by the foot and not the hands. Here is yet another device to break open the hard shell of the coconut. It can be operated either in sitting or standing position. Accolades have come from far and wide to Sri Prakashan Tattari, speaking volumes and volumes about the merits of his priceless innovations. But this is not everything what an innovative farmer scientist dreams of, craves for. His enthusiasm, his passion set to fire
should not be put off at any cost. It was not a cakewalk for a BSc Physics graduate to devise a robot like this and to work on it tirelessly for years together to make it user friendly and foolproof. His needs are very clear. He needs support for the mass multiplication of his innovative products, support in the physical form, marketing sector, and on the financial side. Unless mass multiplied, there is no room for export or even lateral spread of this technology at the local level. He needs support from the government to extend the reach of the product among the farmers. Anyone who had attended the Innovative Farmer Led Interface program organized by KVK Kasargod at CPCRI in 2011 would always remember that overwhelmed Prakashan Tattari, who was the star of the day, gleaming with pride while demonstrating his dream child, the robotic coconut climber, to a huge crowd of farmers, more than 300 in number, from all over Kerala state. 13 years later, today it is sad to sense a shade of despair and indifference on that face. Farmers are always hunting new technologies. It is a huge responsibility on the part of the government and research institutes to support them. Hope all the dreams of Sri Prakashan Tattari come true in the very near future. Thanks for watching.